PPT എല്ലാം അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? കമന്റ് ചെയ്യുക ഓഡിയോ വീഡിയോ PPT എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ആരംഭിക്കാം. യെസ്, നമ്മുടെ ടോപ്പിക് അപ്പൊ എക്കണോമിക്സിൽ നമുക്ക് അഗ്രികൾച്ചർ ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ അഗ്രികൾച്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇന്ത്യയിലെ നമുക്ക് അഗ്രികൾച്ചറിന്റെ ചെറിയൊരു ഹിസ്റ്ററി, എങ്ങനെ അത് വേൾഡിൽ ഉത്ഭവിച്ചു വന്നു, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏതൊക്കെ കാർഷിക കാലമാണ്, എന്തൊക്കെ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്, മാക്സിമം ഈ ക്ലാസ്സിൽ തീർക്കാൻ പറ്റുന്ന നമുക്ക് തീർക്കാം. അതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി കേരളത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനില്ല. ഇന്ത്യയുടെ പറയുമ്പോൾ തന്നെ ഏതൊക്കെ കൃഷികൾ, ഏതൊക്കെ വിളകൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ കൃഷി ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ അത് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഇന്ത്യയുടെ കാർഷിക കാലങ്ങളും വിളകളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്ത്യ ബേസിക്കലി എന്താണ്? ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, അല്ലെ? നമ്മളൊരു അഗ്രേറിയൻ ഇക്കോണമി എന്ന് പറയാം ഇന്ത്യനെ. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അഗ്രികൾച്ചർ ആണ്. ഓക്കെ, നമ്മുടെ ജനസംഖ്യയില് 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, അല്ലെ? 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയുടെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖലയാണ്. അതായത് ടേർഷറി സെക്ടർ, അതുപോലെ തേർഡ് സെക്ടർ, സർവീസ് സെക്ടർ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വരുമാനം നാഷണൽ ഇൻകത്തിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലം ഏതാണ്, ഏത് സെക്ടറിലാണെന്ന് ചോദിച്ചാൽ അത് അഗ്രികൾച്ചറിലാണ്. പക്ഷെ അവിടെ നിന്ന് വരുമാനം കുറവാണ്. ഓക്കെ, ഇനി ഈ പദം എങ്ങനെയാണ് ഉത്ഭവിച്ചു വന്നത്? എന്നെ ഒരു എന്റമോളജി നമുക്ക് പറയാം. ഇത് അഗർ എന്നും കൾച്ചർ എന്നും പറയുന്ന രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ അഗർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കര എന്നാണ്. കൾച്ചർ എന്ന വാക്കിന്റെ അർത്ഥം കൃഷി എന്നാണ്. ഓക്കെ, അപ്പൊ ലാറ്റിൻ പദത്തിൽ നിന്നാണ് നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ രൂപപ്പെട്ടു വന്നത്. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16 നോട്ട് ചെയ്ത് വെച്ചു, എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇനി ഒരു ഫേമസ് കോട്ട് ഉണ്ട്, എനിക്ക് ഒരേ ഒരു സംസ്കാരം മാത്രമേ അറിയൂ, അതാണ് കൃഷി എന്ന് പരാമർശിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി നമുക്ക് കൃഷിയുടെ ഒരു ഹിസ്റ്ററി നോക്കാം. മനുഷ്യൻ, നമുക്കറിയാം, ആളുകൾ നൊമാഡിക് പീപ്പിളായിരുന്നു. അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വേട്ടയാടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതിന്റെ പോപ്പുലേഷനെ കൂടി കഴിയുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും സെറ്റിൽ ആവേണ്ട അവസ്ഥ വന്നു, അവർ കൃഷി ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ നദീതടങ്ങളിൽ മനുഷ്യൻ താമസിക്കുകയും കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും അങ്ങനെയാണ് നദീതട സംസ്കാരങ്ങൾ ലോകത്ത് ആവിർഭവിച്ചു വന്നത്. ഇന്ത്യയിലാണെങ്കിൽ സിന്ധു നദീതട സംസ്കാരം, അല്ലെ? സിന്ധുവിന്റെ തീരത്താണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നമുക്ക് ഒരു സംസ്കാരം കാണാൻ പറ്റുക. അതുപോലെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം, അല്ലെ? അതുപോലെ നമുക്ക് ഈജിപ്തിലെ നൈൽ നദീതീരത്ത് ആണ് അവിടെയുള്ള സംസ്കാരങ്ങൾ. അങ്ങനെ ലോകത്തെ എവിടെ നോക്കിയാലും നദികൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു സംസ്കാരം രൂപപ്പെട്ട് വന്നിട്ടുണ്ടാവുക. കാരണം നദിയോട് ചേർന്ന് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നു, ആ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി അവൻ അവിടെ തന്നെ ജീവിക്കുന്നു, അങ്ങനെ അവിടെ സെറ്റിൽ ആകുന്നു, അവിടെ ഒരു സെറ്റിൽമെന്റുകൾ ഉണ്ടാകുന്നു. അവിടെ നിന്നാണ് പിന്നീട് ആ ഒരു സമൂഹം വളർന്നു വരുന്നത്, അല്ലെ? ഓക്കെ, അപ്പോ അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഏകദേശം ഒരു 7000 BC-യിലാണ്. ആ കാലഘട്ടത്തിലാണ് മെസപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്റ്റ്, വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ എന്താണ് കൃഷി വിവിധ കാലങ്ങളിൽ മനുഷ്യൻ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഏതാണ്ട് 3000 BC-യിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം ആരംഭിച്ചത്. അതായത് ആദ്യകാല കൃഷിയുടെ തെളിവുകൾ ഇന്ത്യയിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടണമെന്ന് ചോദിച്ചാല് അത് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ്. അവർ കൃഷി ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതിന് പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ട് അവിടെ. സിന്ധു നദീതട സംസ്കാരത്തിൽ നമ്മൾ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് മോഹൻജദോരോയും ഹാരപ്പയും. കേട്ടിട്ടുണ്ടാവും സ്കൂളിലൊക്കെ കേട്ട്, അല്ലെ? ഹാരപ്പൻ സംസ്കാരം, നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തെ
നമ്മൾ സൈമിൾട്ടേനിയസ്ലി ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം എന്നുള്ളത്. അപ്പോ അവിടെ കൃഷി ചെയ്തിരുന്ന ധാന്യങ്ങൾ എന്തായിരുന്നു? ഗോതമ്പ്, ബാർലി. അത് നോട്ട് ചെയ്ത് വെച്ചോ. സിന്ധു നദിയുടെ സംസ്കാരത്തിൽ കൃഷി ചെയ്തിരുന്ന ധാന്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പും ബാർലിയുമായിരുന്നു. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് കൃഷി ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കാർഷിക സംസ്കാരമാണ് ഇത് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഈ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ധാന്യപ്പുര, ഒരു ഗ്രാനറി അവിടെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ഒരു വലിയ ധാന്യപ്പുര കണ്ടെത്തി. എന്ന് വെച്ചാൽ അവിടെ കൃഷി ഉണ്ടായിരുന്നു, അവരവരുടെ ബഫർ സ്റ്റോക്ക് അവിടെ സ്റ്റോർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ ധാന്യപ്പുര നിർമ്മിച്ചത് ഇഷ്ടിക കൊണ്ടായിരുന്നു, അത് ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചിരുന്നു. അല്ലെ, നമ്മൾ ഇന്ന് കാണുന്ന FCI ഗോഡൗണൊക്കെ പോലെ അവരങ്ങനെ ഒരു സിസ്റ്റം അവർക്കവിടെ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇന്ത്യയിലെ ഒരു കൃഷിയുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് നോക്കാം വിവിധ കൃഷി രീതികൾ എന്തൊക്കെയാന്ന് നോക്കാം. അല്ലെ, വിവിധ കൃഷി രീതികൾ. നമ്മുടെ ഇന്ത്യയിലെ കാർഷിക രീതികളെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് ഭൂമിയുടെ സ്വഭാവമാണ്. നമുക്കറിയാം കേരളത്തിൽ കാണുന്ന ഭൂമിയുടെ സ്വഭാവമല്ല നമ്മുടെ മധ്യ ഇന്ത്യയിൽ കാണാം, അതെല്ലാം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കാണുന്നത്. അല്ലെ, ഭൂമി ചിലപ്പോ എന്തായിരിക്കും, നമുക്ക് ഇവിടെയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ കോസ്റ്റൽ റീജിയൻ ഉണ്ട്, സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന കുട്ടനാടും വെസ്റ്റേൺ ഗഡ്സും അല്ലെ ഇടനാടും ഒക്കെ അടങ്ങിയതാണ് കേരളം. അത് തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ കാണാം ഹില്ലി ഏരിയാസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയാണെങ്കിൽ പീഠഭൂമി ഏരിയയാണ്. ഇനി ജമ്മു കാശ്മീർ ഏരിയയിലേക്ക് പോകുമ്പോൾ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന അല്ലെ മലകൾ തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ സ്വഭാവം ഓരോ സ്ഥലത്തെയും കൃഷി രീതിയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കാലാവസ്ഥാ സവിശേഷത. കേരളത്തിലാണെങ്കിൽ മൺസൂൺ, നമുക്ക് ഏറ്റവും ആദ്യം മൺസൂൺ കിട്ടുന്നത് കേരളത്തിനാണ് അല്ലെ. കാലാവസ്ഥയുടെ സവിശേഷത വളരെയധികം ഉണ്ട് നമുക്ക്. ഓക്കെ, അതുപോലെ ഇപ്പൊ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഇപ്പൊ രാജസ്ഥാൻ എന്ന് പറയുന്നത് അവിടെ ഒരു മരുഭൂമി കാലാവസ്ഥയാണുള്ളത്. അപ്പൊ അവിടുത്തെ കൃഷിനെ അത് ബാധിക്കും. കേരളത്തിലെ പോലെ അവർക്കൂടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മള് ജമ്മു കാശ്മീരിലേക്ക് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗങ്ങളിലേക്കും പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയുടെ സവിശേഷത അനുസരിച്ച് അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതാ, പിന്നെ ജലസേചന സൗകര്യമാണ്. ജലസേചന സൗകര്യം ഒന്നുകിൽ മഴയിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ജലസേചനത്തിലുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. പഞ്ചാബ് ഒക്കെ പോലുള്ള സ്ഥലത്ത് അവർക്ക് കാര്യം പഞ്ചനദികളിൽ നാട് എന്നുണ്ടെങ്കിലും അവർ കൂടുതലും ജലസേചന സൗകര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്, അതായത് അവർ കുഴൽക്കിണറടിക്കുകയും പമ്പ് ചെയ്ത് അങ്ങനെ ആ ലെവലിലൊക്കെയാണ് അവർ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം ജലസേചന സൗകര്യം കാർഷിക രീതികളെ സ്വാധീനിക്കും. നമുക്ക് കനാലുകൾ വഴിയൊക്കെ വെള്ളം കിട്ടാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കൃഷിക്ക് സാധ്യത കൂടുതലുണ്ട്. ഒരു ഹില്ലി ഏരിയയിൽ ചിലപ്പോൾ മഴ കിട്ടാൻ സാധ്യതയുള്ള സമയത്ത് മഴേനെ ആശ്രയിച്ച് മാത്രം കൃഷി ചെയ്യുന്ന ആളുകളും ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ വ്യത്യസ്ത സ്ഥലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള കൃഷി രീതികളാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുറേ തരം കൃഷി രീതികളുണ്ട്. നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണെന്നൊന്നും അങ്ങനെ ചോദിക്കില്ല, പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ടുള്ള കുറച്ച് കൃഷി രീതികളൊക്കെ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയില് കാർഷിക മേഖലയിലേക്ക് പ്രധാനമായിട്ട് സംഭാവന ചെയ്യുന്ന സമ്പ്രദായങ്ങളാണ്. അതിൽ ഒന്നാമത്തെയാണ് ഉപജീവന കൃഷി. ഉപജീവന കൃഷി, ജൈവ കൃഷി, വാണിജ്യ കൃഷി എന്നിങ്ങനെ 3 സമ്പ്രദായങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇത് പലതരത്തിലും ചെയ്യും. വാണിജ്യ കൃഷി തന്നെ പല മെത്തേഡിലും ചെയ്യും. ഓക്കെ, അപ്പൊ ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു കുറച്ച് സ്ഥലമുണ്ട്, ഒരു 50 സെന്റ് സ്ഥലം, 25 സെന്റ് ഉള്ള ആള് എന്ന് പറയുന്നത് അയാളുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ അല്ലെ അയാൾ ഉത്പാദിപ്പിക്കുന്നു. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വാഴ വെച്ചു അല്ലെ, വാഴ വെച്ചു, അത് ഓണത്തിന്റെ സമയമാകുമ്പോൾ നമ്മളെ കുല വെട്ടി വിറ്റു. അത് ഉപജീവന കൃഷിയാണ്. മനസ്സിലായോ? വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലോക്കൽ ചന്തയിലോ കൊണ്ടുപോയി വിറ്റ് നമുക്ക് പൈസ കിട്ടുന്നു. അതാണ് ഉപജീവന കൃഷി അഥവാ സബ്സിസ്റ്റൻസ് ഫാമിങ്. കണ്ടോ, കർഷകനും കുടുംബവും തങ്ങൾക്കോ പ്രാദേശിക വിപണിയിലേക്കോ വേണ്ടി വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. അല്ലാണ്ട് അത് കയറ്റി നമ്മൾ വലിയ വലിയ ലോറിയിലൊന്നും കയറ്റിക്കൊണ്ട് പോകില്ല. അപ്പൊ അങ്ങനെയുള്ളതാണ് ഉപജീവന കൃഷി. പിന്നെ വരുന്നതാണ് ജൈവ കൃഷി വരുന്നുണ്ട്. മറ്റേത് ഓക്കെ, ജൈവ കൃഷിനെ കുറിച്ച് പറയാം. ജൈവ കൃഷി എന്താണ്? ഓർഗാനിക് ഫാമിംഗ് ആണ്. അതായത്
നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ജൈവ കൃഷിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കും. അതായത് രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ, രാസവളങ്ങൾ ഉപയോഗിക്കാതെ ചെയ്യുന്നതാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. വാണിജ്യ കൃഷി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇത് നമുക്ക് ഒരു ബിസിനസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊരു നമുക്കൊരു ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടുന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾക്കിപ്പോൾ ഒരു റബ്ബർ തോട്ടമായിരിക്കും, അല്ലെങ്കിൽ നെല്ലാണ് കൃഷി ചെയ്യുന്നത്. വലിയ ഇന്റൻസീവായിട്ട് വലിയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കൃഷികൾ ചെയ്യുന്നു, നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ചും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായിരിക്കും? വലിയ വലിയ കൃഷിത്തോട്ടങ്ങളെല്ലാം വാണിജ്യ കൃഷിയാണ്. ഓക്കെ, ഇവിടെ ഒരു രീതി പറയാം. ഒന്ന് പ്രാചീന ഉപജീവന കൃഷി ഉണ്ട് അല്ലെ? പ്രാചീന ഉപജീവന കൃഷി. ഈ ഉപജീവന കൃഷിയുടെ അണ്ടറിൽ പെട്ടതാണ് പ്രാചീന ഉപജീവന കൃഷി അഥവാ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രാചീന ഉപജീവന കൃഷി പറയുന്നുണ്ട്. ഇത് പ്രാചീനമാണ് കേട്ടോ, പ്രാചീനം. പക്ഷെ ഇത് ഇപ്പോഴും ഇത് പല ഹില്ലി ഏരിയയിലും ഗോത്രവർഗക്കാരുടെ ഇടയിലും നിലവിലുണ്ട്. ഇവിടെ നോക്കാം ഏതൊക്കെ രാജ്യങ്ങളിലാണ് അത് വരണേന്ന് നോക്കാം. ആഫ്രിക്ക, ദക്ഷിണ മധ്യ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ. ഇത് ആഫ്രിക്ക ഉണ്ട്, ദക്ഷിണ മധ്യ അമേരിക്ക എന്ന് പറയുന്നത് നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? ദക്ഷിണ മധ്യ അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നോർത്ത് അമേരിക്കയും ഇവിടെ നമ്മുടെ സൗത്ത് അമേരിക്കയാണ്. അറിയാലോ, ഇവിടെയാണ് നമ്മുടെ US ഒക്കെ ഉള്ളത് അല്ലെ? US ഒക്കെ ഉള്ളത് നോർത്ത് അമേരിക്കയാണ്. താഴെ എന്താണ്? ഇവിടെയാണ് നമ്മുടെ ബ്രസീലും അർജന്റീനയും ഒക്കെ കിടക്കുന്നത്. മെസ്സിയൊക്കെ ഉള്ളത് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. അപ്പൊ നമ്മുടെ എന്താണ് ദക്ഷിണ മധ്യ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പറയണേ നമ്മുടെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നമ്മൾ പറയുന്നത് സൗത്ത് അമേരിക്കയിലാണ് പറയണേ. ഓക്കെ, പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ. തെക്ക് കിഴക്കൻ ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിലപ്പോൾ അത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ കാണാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്നീ ഉഷ്ണമേഖലയിലെ ഗോത്രവർഗക്കാർ പ്രധാനമായും ചെയ്തു വരുന്ന കൃഷി രീതി. അപ്പൊ എന്താണ് ഉഷ്ണമേഖല എന്ന് വെച്ചാല്? നമ്മൾ ഉഷ്ണമേഖല നമ്മൾ ട്രോപ്പിക്കൽ എന്ന് പറയും. ട്രോപ്പിക്കൽ ഉഷ്ണമേഖല. നമ്മളേ ഇതാണ് നമ്മുടെ ഏത് ഗ്ലോബ് അല്ലെ, ഭൂമി. നമുക്ക് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് പറഞ്ഞത് അല്ലെ? ഓക്കെ, ഇവിടെ നമ്മള് ഒരു 30 ഡിഗ്രി, ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 30 ഡിഗ്രി വീതം നമുക്ക് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. മനസ്സിലായോ? ഇവിടുന്ന് ഒരു 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്താണ്? സബ് ട്രോപ്പിക്കൽ ആണ്. ഓക്കെ, 60 ഡിഗ്രി നമുക്ക് സബ് ട്രോപ്പിക്കൽ വരും. അപ്പൊ നമ്മളൊക്കെ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയൊക്കെ എടുക്കണേ? 0 ഡിഗ്രി ഇക്വേറ്ററിന്റെ എവിടെയൊക്കെ എടുക്കണേ? ഇക്വേറ്ററിന്റെ മുകളിലാണ് നമ്മൾ എടുക്കുന്നത്. അതും നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഡിഗ്രിയുടെ ഉള്ളിലാണ് നമ്മൾ എടുക്കണേ. ഓക്കെ, അപ്പോ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ് അല്ലെ? ട്രോപ്പിക്കൽ അല്ലെങ്കിൽ നമ്മൾ സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥ ഉള്ളൊരു കൺട്രി ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഉഷ്ണമേഖലയിലെ ഗോത്രവർഗക്കാര് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വരുന്ന കൃഷി രീതിയാണ് പ്രാചീന ഉപജീവന കൃഷി. ഇപ്പൊ 2 തരത്തിലുണ്ട്. ഒന്ന് ഷിഫ്റ്റിംഗ് കൃഷിയും പിന്നെ നാടോടി ഇടയ ജീവിതം. നാടോടി ഇടയ ജീവിതം എന്ന് പറയാനില്ല. ഇവരെന്ത് ചെയ്യും? ഈ ടീമുകള് ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഇവർ ചിലപ്പോ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഇപ്പോ മഞ്ഞുകാലം വരുന്നു, അവർക്ക് കൂടെ താമസിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അവരെന്ത് ചെയ്യും? ഈ പുല്ലന്വേഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് അവർ പോകും. അപ്പൊ അങ്ങനെ അവരവരുടെ ആളുകളെ അല്ലെങ്കിൽ കന്നുകാലികളെ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. വീണ്ടും അവിടുത്തെ കാലാവസ്ഥ പറ്റാണ്ടാകുമ്പോൾ വീണ്ടും ചിലപ്പോ ഈ താഴ്വരകളിലേക്കും മലകളിലേക്കും നിലനിന്ന് സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയുള്ള ഇടയ ജീവിതങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് നൊമാഡിക് ഹേർഡിങ് എന്ന് പറയുന്ന നാടോടി ഇടയ ജീവിതം. അത് അത്ര കാര്യമായിട്ട് നോക്കണ്ട. ഷിഫ്റ്റിംഗ് കൃഷി നമുക്ക് നോക്കാം. ഷിഫ്റ്റിംഗ് കൃഷി ഒരു പ്രാചീന ഉപജീവന കൃഷിയാണ്. ഷിഫ്റ്റിംഗ് കൃഷി അഥവാ ഇതിനെ നമ്മൾ സ്ഥാനാന്തര കൃഷി, മാറ്റ കൃഷി എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. എന്താന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രത്യേകത ഇതാണ്: കാട് വെട്ടി തെളിച്ച് കൃഷി ചെയ്യുന്നു. കണ്ട, കാട് വെട്ടി തെളിച്ച് കൃഷി ചെയ്യുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുന്ന രീതി. അതായത് കാട് വെട്ടിത്തെളിച്ചിട്ട് അത് തീയിടും. അപ്പൊ അവിടെ എന്തായി? തീയിടുമ്പോ അവിടുത്തെ ചാരൊക്കെ അവിടെ ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ അതിന്റെ ഒരു ഫലഭൂയിഷ്ഠത അവർ കിട്ടും. അതിലവർ കൃഷി ചെയ്യുന്നു. പിന്നെ അവർക്ക് വളം പ്രയോഗിക്കണില്ല. മനസ്സിലായി? വളം പ്രയോഗിക്കുന്നില്ല. അപ്പൊ വീണ്ടും കൃഷി ചെയ്യുമ്പോൾ അത് അവിടെ ഉപകാരമില്ല. അപ്പൊ എന്ത് ചെയ്യും? അവർ ആ കാര്യം അവിടെ ആ ഒരു ഏരിയ അവിടെ ഇട്ടിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് അവിടെ തീയിട്ട് അവിടെ കൃഷി ചെയ്യും. ഇതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം. ഇത് പ്രധാനമായിട്ടും ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ. ഷിഫ്റ്റിംഗ് കൃഷി രീതിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെല്ല്, ചോളം, തിന, പച്ചക്കറികളൊക്കെ പറയുന്നുണ്ട്. ഇതിനെ പറയുന്ന മറ്റു പേരുകളാണ് പുനഃകൃഷി, മാറ്റകൃഷി, സ്ഥാനാന്തര കൃഷി എന്നൊക്കെ പറയും. ഇത് നമ്മൾ ജുമ്മിങ് കൾട്ടിവേഷൻ എന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ പറയും. ജുമിങ് കൾട്ടിവേഷൻ നമ്മൾ പറയും. ഓക്കെ. ഇനി നമുക്ക് വിളപര്യയം ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടൈം നമുക്ക് പരിചയപ്പെടാം. വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ എന്താന്നുള്ളത്. അതായത് നമ്മൾ വിളകൾ മാറി മാറി കൃഷി ചെയ്യും. ഇപ്പൊ നിങ്ങൾക്കറിയാം, നെല്ല് കൃഷി ചെയ്ത് കഴിയുമ്പോൾ പാടത്ത് നമ്മൾ പയറ് നടും ഇല്ലേ? ആ ഇടവേളയിൽ നമ്മൾ പയറ് നടും. പയറ് നട്ട് കഴിഞ്ഞ് ആ പയറെടുത്ത് കഴിയുമ്പോൾ ആ സാധനങ്ങൾ അവിടെ തന്നെ, അതിന്റെ ചെടിയൊക്കെ അവിടെ തന്നെ ഇട്ട് നമ്മൾ ഉഴുത് മറച്ച് വീണ്ടും നെല്ല് കൃഷി ചെയ്യും. ചിലപ്പോൾ അവിടെ കപ്പ നടും ചില ആൾക്കാർ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ എന്താണ് ഓരോ കാലഘട്ടത്തിലും അല്ലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു സ്ഥലത്ത് തന്നെ, ഒരു ലാൻഡിൽ തന്നെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വിളകൾ മാറ്റി മാറ്റി നമ്മൾ ചെയ്യുന്നതാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. കാലാവസ്ഥയ്ക്കും വിളവെടുപ്പിന് ആവശ്യമായ കാലദൈർഘ്യത്തിനും അനുസരിച്ച് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം എന്ന് പറയുന്നത്. ഓക്കെ. ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങളെ വീണ്ടെടുക്കുന്നതിന് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നത് സഹായിക്കും. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിന് ക്രമാനുഗതമായി വിളകൾ മാറുന്നു അല്ലെ. വിളകളുടെ പര്യയം ഒരു വർഷമോ അതിലധികമോ എടുക്കും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കി, ഇതിന്റെ സവിശേഷത നോക്കുക. മറ്റു വിളകൾക്ക് പിന്നാലെ പ്രധാനമായും പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു. അതായത് നൈട്രജൻ എന്ന് പറയുന്ന വസ്തു നമുക്ക് ഇവർക്ക് കിട്ടണമെങ്കിൽ ഒന്ന് ഇടിമിന്നലിലൂടെ കിട്ടും. പിന്നെ കിട്ടുന്നത് എന്താണ്? ഈ പയർ വർഗ്ഗങ്ങളിലായിട്ടുള്ള ചെടികളുണ്ടല്ലോ, അവരിലൂടെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പയർ വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്ത് കഴിയുമ്പോൾ പയറിന്റെ നമുക്കറിയാം ഈ റൈസോബിയം ബാക്ടീരിയ നൈട്രജൻ ഉണ്ടാക്കുന്നത്. പയറിൽ ഇങ്ങനെ പയർ ചെടിയിൽ മുഴകൾ പോലെ ഉണ്ട് അല്ലെ, അതിനകത്ത് അപ്പൊ നൈട്രജൻ ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ ചെടികളൊക്കെ വീണ്ടും വിളവെടുത്ത് കഴിയുമ്പോൾ മണ്ണിലിട്ട് ഉഴുതു മറച്ച് കഴിയുമ്പോൾ മണ്ണിൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കും. അതുകൊണ്ടാണ് പയർ വർഗ്ഗങ്ങൾ പ്രധാനമായിട്ടും ഈ വിളപര്യത്തിൽ കൃഷി ചെയ്യാനായിട്ട് കാരണം. എന്നൊക്കെ മണ്ണിൽ നൈട്രജൻ സ്ഥിരീകരിക്കുന്നതിനായിട്ട് പയർ വിളകൾ കൃഷി ചെയ്യുന്നു. നിലം തരിശായി കിടക്കുന്നത് ഒഴിവാക്കാനോ തരിശിന്റെ ദൈർഘ്യം കുറയ്ക്കാനോ വിളപര്യയം സഹായിക്കും. മണ്ണിന്റെ അവസ്ഥയും ജലലഭ്യതയും അനുസരിച്ചാണ് വിളകൾ തിരഞ്ഞെടുക്കുന്നത്. ഈ രീതി വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിളപര്യയം എന്ന് പറയുന്നത്. ഒരു സംഭവം കൃഷി ചെയ്യുന്ന അതിന്റെ കാലങ്ങൾക്കിടയിലുള്ള സമയത്ത് ഇടവേളകളിൽ നമ്മൾ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യും. പ്രധാനമായിട്ടും പയർ വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നു, പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നു. ഓക്കെ. ഇനി വേറൊരു ടൈം പരിചയപ്പെടാം. ടെറസ് കൃഷി അല്ലെങ്കിൽ കോണ്ടൂർ കൃഷി രീതി എന്ന് പറയും. അതായത് മണ്ണൊലിപ്പ് തടയാനായിട്ട് കൃഷിഭൂമി തട്ടുകളായിട്ട് തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ്. മണ്ണൊലിപ്പ് തടയാനായിട്ട് കൃഷിഭൂമി തട്ടുകളായിട്ട് തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ്. കുന്നിൻ ചെരുവുകളിൽ ടെറസ് രൂപപ്പെടുന്നത് മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള ഫലപ്രദമായ മാർഗം കൂടിയാണ്. നമ്മൾ തട്ടായിട്ട് ഭൂമി കൃഷി ചെയ്യുന്നു. നമ്മൾ മൂന്നാർ സൈഡിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇടുക്കി സൈഡിലൊക്കെ പോകുമ്പോഴോ ഒക്കെ കാണാം അല്ലെ. വട്ടവട അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഭൂമി എങ്ങനെയാണ് ഇവരിവിടെ കൃഷി ചെയ്യുന്നത് എന്നുള്ളത്. അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മണ്ണൊലിച്ചു പോകുന്ന തടയാൻ വേണ്ടിയിട്ട് അവര് ആ ലെവലിൽ ഭൂമിനെ പരുവപ്പെടുത്തിയിട്ട് തട്ടുകളായിട്ട് കൃഷി ചെയ്യുന്നതാണ് ടെറസ് കൃഷി അല്ലെങ്കിൽ കോണ്ടൂർ കൃഷി. ടെറസുകളിൽ പരന്ന ഭൂമിയുടെ ലഭ്യത പരിമിതമാണ്. ഭൂമിയുടെ ഭൗതിക സവിശേഷതകൾ എന്താണ്? ഭൗതിക സവിശേഷത ചെരിവുകളാണ് അല്ലെ, ചെരിഞ്ഞ ഭൂമിയാണ്. ഭൂമി ഇങ്ങനെ കെടുക്കും അല്ലെ, കാരണം മണ്ണ് നശിക്കുന്നു. എന്നാൽ ടെറസ് കൃഷി മണ്ണൊലിപ്പ് കുറയ്ക്കുന്നു. നമുക്ക് വളരെ അത്ഭുതം തോന്നും നമ്മൾ ഈ പറഞ്ഞ വട്ടവടയിലും ഇവിടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇടുക്കി ഭാഗങ്ങളിലും അല്ലെ, വയനാട് പോയാലൊക്കെ നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് ഈ കൃഷി അവിടെ ഇങ്ങനെ നിൽക്കണേ അല്ലെ. ഈ ചെരിഞ്ഞ പ്രതലത്തിൽ അവരിങ്ങനെ കൃഷികൾ ചെയ്യുന്നു. ഓക്കെ. ഇനി കുന്നിൻ ടെറസുകൾ ഉണ്ടായി കൃഷി ചെയ്യുന്നു. ടെറസ് കൃഷിയിൽ കൂടുതലും തോട്ടവിളകൾ കൃഷി ചെയ്യുന്നു. തോട്ടവിള ഏതൊക്കെയാണ്? നമ്മുടെ ടീ പ്ലാന്റേഷൻസ് ഒക്കെയാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇഷ്ടംപോലെ കാണാം അല്ലെ. തേയിലത്തോട്ടങ്ങള് പ്രധാനമായിട്ടും തേയിലയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. ഓക്കെ. മൂന്നാർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാം.
ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ടെറസ് ഫാമിംഗ് കൂടുതലായിട്ട് ചെയ്തു വരുന്നു അല്ലെ. വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ഹില്ലി ഏരിയ ആണല്ലോ, അപ്പൊ അവിടെയും ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നു. മറ്റൊരു കൃഷി രീതി പഠിക്കാം, പ്രിസിഷൻ ഫാമിംഗ് ആണ്. പ്രിസിഷൻ ഫാമിംഗ് എന്താണ്? നമ്മള് കൃഷിയിടത്തിലെ മണ്ണിന്റെ സ്വഭാവം, അതുപോലെ മണ്ണിലെ മൂലകത്തിന്റെ അളവ്, മണ്ണിന്റെ pH മൂല്യം ഉണ്ടല്ലോ, pH മൂല്യം, അതിന്റെ അസിഡിറ്റി കണക്കും, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ നമ്മളിങ്ങനെ ചെടി നട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മള് എന്താ പറയാ, ചെടി നട്ടിട്ടുണ്ട്. ഈ ഓരോ ചെടിച്ചട്ടികളിലേക്കും എന്താ ചെയ്യാ, ഓരോ ചെടിച്ചട്ടികളിലേക്കും കൃത്യമായ രീതിയിൽ വെള്ളവും മിനറൽസും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ നമുക്ക് മിനറൽസും വെള്ളം എത്തണം. അപ്പോൾ കൃത്യമായിട്ട് കൊച്ചു കൊച്ചു ചെറിയ പൈപ്പൊക്കെ ഇട്ടിട്ട്, ചെറിയ ഇത്രയും പോകുന്ന എൻ്റെ ഈ പേനയുടെ ഒക്കെ പോലെ ഇരിക്കുന്ന ഈ പൈപ്പൊക്കെ ഇട്ടിട്ട് അതിൽ ഓരോന്നിനും കടക്കയിലേക്ക് വെച്ചിട്ടുണ്ടോ അല്ലെ. അപ്പൊ കൃത്യമായിട്ട് അതിലേക്ക് ആ മിനറൽസ് ഒക്കെ ആഡ് ചെയ്തായിരിക്കും വാട്ടർ മിനറൽസ് എല്ലാം കൃത്യമായിട്ട് ഓരോന്നിലേക്ക് എത്തും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള സാധനം മാത്രമേ കിട്ടുള്ളൂ, വേസ്റ്റ് ആവില്ല. നമ്മൾ കൊടുക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ വളോ ഒന്നും വേസ്റ്റ് ആയിട്ട് പോവില്ല, വെറുതെ ഒലിച്ചു പോവില്ല. കൃത്യമായിട്ട് ചെടിയുടെ കടക്കി എത്തും കൃത്യമായിട്ട്. ആ രീതിയിൽ ചെയ്യുന്നതാണ് പ്രിസിഷൻ ഫാമിങ്. പ്രിസിഷൻ ഫാമിങ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ലാൻഡ് തന്നെ വേണമെന്നില്ല അല്ലെ. നമുക്ക് ടെറസിന്റെ മുകളിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രിസിഷൻ ഫാമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്തരത്തിലുള്ള ടെക്നോളജി ഇസ്രായേലിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെങ്ങനെ അവർക്ക് ശരിക്കും പറഞ്ഞൊരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, അല്ലെങ്കിൽ വെള്ളത്തിന് ലഭ്യത, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്തരം ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടാണ് അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത്. ഇതാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ SCERT ഉള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാർഷിക വിപ്ലവങ്ങൾ പഠിക്കാം. കാർഷിക വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇന്ത്യയിൽ നമുക്ക് ഓരോ വിളകളുടെയും ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ 5 ഇയർ പ്ലാൻസ് പഠിച്ചപ്പോൾ മെൻഷൻ ചെയ്തിരുന്നു. അതുപോലെ വൈറ്റ് റെവല്യൂഷനും മെൻഷൻ ചെയ്തിരുന്നു. അതുപോലെ ഓരോ വിളകൾക്കും ഓരോ റെവല്യൂഷൻസ് ഉണ്ട്, അഗ്രികൾച്ചർ റെവല്യൂഷൻസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ഹരിതവിപ്ലവം കാർഷിക ഉൽപാദനമാണ് അല്ലെ. നമുക്കറിയാം, അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ, അതുപോലെ ഇന്റൻസീവായുള്ള ജലസേചന പദ്ധതികൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക ഉൽപാദനം, പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ്, അവയുടെ ഉൽപാദനം നമ്മൾ കൂട്ടി അല്ലെ. ഗ്രീൻ റെവല്യൂഷൻ, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. നമ്മൾ 5 ഇയർ പ്ലാൻസ് പഠിച്ചപ്പോൾ ഞാനത് പറഞ്ഞു പോയെന്നാണ് എൻ്റെ വിശ്വാസം. ഹരിത വിപ്ലവം നമുക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു ടോപ്പിക്കാണ്. പിന്നെ നമുക്ക് ഓക്കെ, പിന്നെ ധവള വിപ്ലവം. ധവള വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ് പറഞ്ഞായിരുന്നു. മിൽക്ക് റെവല്യൂഷൻ ആണ്, പാലുൽപാദനമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ, മലയാളിയാണ്. അതും നമ്മൾ പറഞ്ഞിരുന്നു. അമുൽ ബ്രാൻഡൊക്കെ വന്നത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ്, ഗുജറാത്ത് ആനതില് അല്ലെ. ഈ കാര്യങ്ങളൊക്കെ ആരംഭിച്ചതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നീല വിപ്ലവം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഫിഷിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രജത വിപ്ലവം, അത് സിൽവർ റെവല്യൂഷൻ ആണ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ രജത ജൂബിലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ രജത വിപ്ലവം മുട്ട ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവം, യെല്ലോ റെവല്യൂഷൻ എന്ന് പറയുന്നത് എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണ്, എണ്ണക്കുരുക്കളുടെ. പിന്നെ ഗ്രേ വിപ്ലവമാണ്. ഗ്രേ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? വളം ഉൽപാദനമാണ് ഗ്രേ വിപ്ലവം. ബ്രൗൺ വിപ്ലവം കൊക്കോ, അതുപോലെ തുകൽ ഉൽപാദനമാണ്. പിന്നെ സിൽവർ ഫൈബർ വിപ്ലവം, അതായത് സിൽവർ ഫൈബർ ആണ്, പരുത്തി ഉൽപാദനമാണ് കേട്ടോ, പരുത്തി ഉൽപാദനം. ഈ പരുത്തിനെ നമ്മൾ എന്താ പറയാന്നറിയോ? യൂണിവേഴ്സൽ ഫൈബർ എന്നാണിത്, യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തിയാണ്. ഓക്കെ, ഇനി റൗണ്ട് വിപ്ലവം എന്ന് പറയുന്നത് ഉരുളക്കിഴക്കാണ്, റൗണ്ട് വിപ്ലവം. പിന്നെ ചുവപ്പ് വിപ്ലവം, റെഡ് റെവല്യൂഷൻ എന്ന് പറയുന്നത് മാംസവും തക്കാളിയൊക്കെയാണ്. പിന്നെ സ്വർണ്ണ വിപ്ലവം അഥവാ ഗോൾഡൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് പഴം, പച്ചക്കറി, തേനാണ്, തേൻ. പിന്നെ മഴവിൽ വിപ്ലവം ഉണ്ട്, അതായത് റെയിൻബോ റെവല്യൂഷൻ ഉണ്ട്. കാർഷിക മേഖലയിൽ മൊത്തത്തിലുള്ള ഉൽപാദനം, അതിനെയാണ് എല്ലാ സംഭവങ്ങളും നമുക്ക് ഉൽപാദനം കൂട്ടുക, അതാണ് മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. പിന്നെ വന്നത് എന്താണ്? പിങ്ക് വിപ്ലവം, മാംസം അഥവാ പൗൾട്രി അല്ലെ. പൗൾട്രി എന്ന് പറയുന്നത് നമുക്ക് ഈ
കോഴിയൊക്കെ അല്ല, അതല്ല നമ്മൾ പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യമാണ് പിങ്ക് വിപ്ലവം എന്നത്. പിന്നെ സ്വർണ്ണ ഫൈബർ വിപ്ലവം, നേരത്തെ നമ്മള് എന്താ പറഞ്ഞേ, സിൽവർ ഫൈബർ വിപ്ലവം പറഞ്ഞു, അത് പരുത്തി ഉൽപാദനമാണെങ്കിൽ ഇവിടെ സ്വർണ്ണ ഫൈബർ വിപ്ലവം എന്താണ്, ചണം ഉൽപാദനമാണ് കേട്ടോ. ചണം, നമ്മുടെ ജൂട്ടില്ലേ, ജൂട്ട്, അതാണ് ചണം. യെസ്. ഇനി പ്രോട്ടീൻ വിപ്ലവം എന്ന് പറയുന്നത് എല്ലാത്തിനും ഉയർന്ന ഉൽപാദനമാണ് പ്രോട്ടീൻ വിപ്ലവത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കാർഷിക വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, യെസ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഞാൻ ഒന്ന് വായിക്കോ എന്തൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കൃഷി രീതികളൊന്ന് പരിചയപ്പെടാം. SCRT ഉള്ളതാണ്. നമുക്ക് കുറച്ച് കൃഷിയുടെ പേരുകൾ പഠിക്കാം. മൾബറി കൃഷിനെ നമ്മൾ പറയുന്നത് മൂറി കൾച്ചർ എന്നാണ്. കൂൺ കൃഷിനെ മഷ്റൂം കൾച്ചർ എന്നാണ് പറയാ. മഷ്റൂം തന്നെയാണ് കൂണിനെ പറയുന്നത്. മുന്തിരി കൃഷിയെ നമ്മൾ എന്ത് പറയും, വിറ്റി കൾച്ചർ എന്ന് പറയും. മണ്ണിര കൃഷിനെ വെർമി കൾച്ചർ എന്ന് പറയും. നമ്മൾ മണ്ണിരേനൊക്കെ ഉണ്ടാക്കണ കമ്പോസ്റ്റിനെ വെർമി കമ്പോസ്റ്റ് എന്നല്ല പറയാ. പട്ടുനൂൽ കൃഷി എന്താണ്, സെറി കൾച്ചർ ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. മുയൽ വളർത്തല് കൂണി കൾച്ചർ ആണ്. മത്സ്യ കൃഷിയാണെങ്കിൽ പിസി കൾച്ചർ ആണ്. കടൽ മത്സ്യ കൃഷിയാണെങ്കിൽ മാരി കൾച്ചർ ആണ്, അല്ലെ, മാരി കൾച്ചർ. തേനീച്ച വളർത്തലാണെങ്കിലോ എപ്പി കൾച്ചർ ആണ്. പച്ചക്കറി വളർത്തലാണെങ്കിലോ ഒലേരി കൾച്ചർ ആണ്. അലങ്കാര മത്സ്യം വളർത്തൽ എന്താണ്, ഫ്ലോറി, അലങ്കാര സസ്യം, സോറി കേട്ടോ, അലങ്കാര സസ്യ വളർത്തലാണെങ്കിൽ ഫ്ലോറി കൾച്ചർ ആണ്. പഴം പച്ചക്കറി കൃഷിനെ നമ്മൾ എന്ത് പറയും, ഹോർട്ടികൾച്ചർ എന്ന് പറയും. വനസസ്യങ്ങള് വനവിഭവങ്ങള് എന്നിവയുടെ ആണെങ്കിൽ നമ്മൾ സിൽവി കൾച്ചർ എന്നും നമ്മൾ പറയും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കൃഷി രീതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളും ഇന്ത്യയിലെ പ്രധാന വിളകളിലേക്കും ഒന്ന് പോവാം. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ പ്രധാനമായിട്ട് നമുക്ക് 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. അതിന്റെ പേരാണ് ഖാരിഫ്, റാബി, സൈദ്, അല്ലെ. ആദ്യമായിട്ട് ഈ പേര് കേൾക്കണവരുണ്ടാവും, നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നുള്ളവരുണ്ടാവും. പക്ഷെ കേട്ടോ, ഖാരിഫ്, റാബി, സൈദ് എന്ന് പറയുന്ന 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതില് ഖാരിഫ് നമുക്ക് നോക്കാം. മൺസൂണിന്റെ ആരംഭത്തോടെ നമ്മൾ കൃഷി ഇറക്കുന്നു, മൺസൂണിന്റെ അവസാനത്തോടെ നമ്മൾ വിളവെടുക്കുന്നു. ഇതാണ് എന്ത്, ഖാരിഫ് എന്ന് പറയുന്ന കാലഘട്ടം. മനസ്സിലായോ? ഖാരിഫ് വിളകൾ പ്രധാനമായിട്ട് വരുന്നത് നെല്ല്, ചോളം, ജോവർ, ബജ്റ, സോയാബീൻ, പരുത്തി, തിനവിളകള്, ചണം, കരിമ്പ്, നിലക്കടല. പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദിക്കും, താഴെ പറയുന്നതിൽ ഖാരിഫ് ഏത്, റാബി ഏത്, ഖാരിഫയുടെ അല്ലാത്തത് ഏത്, ആയത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ചോദിക്കും. കൃത്യമായിട്ട് പഠിക്കണം ഏതൊക്കെയാണ് ഖാരിഫ് വിളകൾ, ഏതൊക്കെയാണ് റാബി വിള, ഏതൊക്കെയാണ് സൈദ് വിള. ഇനി ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിള ഇറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് റാബി. ഈ റാബിയുടെ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരാം. അതായത് നമ്മളോട് ചോദിക്കും, താഴെ പറയുന്നവയിൽ ശൈത്യകാല വിള ഏത്, അല്ലെങ്കിൽ എന്ത് പറയും, താഴെ പറയുന്നവയിൽ എന്താ പറയാ, താഴെ പറയുന്നവയിൽ മഞ്ഞുകാല വിള ഏത്, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ അത് മഞ്ഞുകാല വിള അല്ലെങ്കിൽ ശൈത്യകാല വിള എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് റാബി ആണെന്ന് മനസ്സിലാക്കണം കേട്ടാ. അത് റാബി വിളയെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കണം. ശൈത്യകാല വിള ഏതെന്ന് ചോദിച്ചാൽ അത് റാബി വിളയാണെന്ന് മനസ്സിലാക്കണം. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങള്, കടുകൊക്കെയാണ് അതിൽ പറയണത്. അപ്പൊ റൈസ് അല്ലെങ്കിൽ നെല്ല് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. ഗോതമ്പ് എന്ന് പറയുന്നത് ഒരു എന്താണ്, റാബി വിളയാണ്. ഇതിനകത്ത് ഈ നെല്ലും ഗോതമ്പും നമുക്ക് എപ്പോഴും ചോദിക്കും. പരുത്തി ചോദിക്കാറുണ്ട്, കരിമ്പൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ചണം
കടുക് നമുക്ക് ചോദിക്കാറുണ്ട്. എന്നാലും നെല്ലും ഗോതമ്പും നിങ്ങൾ അങ്ങോട്ട് തെറ്റരുത്, ബേസിക്കായിട്ട് പഠിച്ചു വയ്ക്കേണ്ട സാധനങ്ങളാണ് കേട്ടാ. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ, ബാർലി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പുകയിലൊക്കെ എന്താണ്, ഒരു റാബി വിളയാണ് കേട്ടാ, റാബി വിള. പിന്നെ ഇന്ത്യയില് എല്ലാ കാലഘട്ടത്തിലും നോക്കാം, എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്തല്ല ഖാരിഫ് കാലഘട്ടം. കാരണം കേരളത്തിൽ മഴ കിട്ടുമ്പോഴല്ല ചിലപ്പോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് മഴ വരാം, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ വരുന്നത് അപ്പോഴല്ല. അപ്പോ അതനുസരിച്ചിട്ട് അവർക്ക് മഴ കിട്ടുന്ന സമയമാണ് അവരുടെ മൺസൂൺ കാലഘട്ടം. നമുക്കിവിടെ ജൂണിൽ, നമ്മൾ മെയ്യിൽ അല്ലെങ്കിൽ ജൂണിൽ കൃഷി ഇറക്കുന്ന പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ജൂലൈയിലായിരിക്കും പറ്റുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ചില പ്രാദേശികമായ വ്യത്യാസങ്ങളൊക്കെ കാലാവസ്ഥ അനുസരിച്ച് ഉണ്ടാവും. എന്നാലും പൊതുവായിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു വെക്കാം. ഇനി സൈദ് കാലം എന്താണ്? വേനലിന്റെ ആരംഭത്തോടെ വിളയിറക്കുകയും മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സൈദ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി ടേബിൾ ശ്രദ്ധിക്കാം. കാർഷിക കാലങ്ങള്. ഖാരിഫ് എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. എനിക്ക് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഇതാണ്, കേരളത്തില് എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ കാലഘട്ടം ജൂൺ ടു സെപ്റ്റംബർ ആണ് കേട്ടോ. ആ ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ കാലഘട്ടം ഏതാണ്? ജൂൺ ടു സെപ്റ്റംബർ ആണ്. ഇനി നമുക്ക് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആവുമ്പോൾ ഒക്ടോബർ നവംബർ കാലഘട്ടമാണ്. ഇപ്പൊ ഖാരിഫ് പൊതുവെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് വരാം. കാരണം ഇത് ഏത് സമയത്താണ്? ഇതൊരു മൺസൂൺ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് മഴയെ ആശ്രയിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർ എന്തൊക്കെ കൃഷി ചെയ്യും? ഖാരിഫില് നെല്ല്, പരുത്തി, ബജ്റ, ചോളം, അരിച്ചോളം, തൂവരയൊക്കെ കൃഷി ചെയ്യും. ദക്ഷിണേന്ത്യയിലാണെങ്കിൽ നമ്മൾ നെല്ല്, ചോളം, റാഗി, അരിച്ചോളം, നിലക്കടലൊക്കെ കൃഷി ചെയ്യും. തുവരയും ബജ്റയൊന്നും നമ്മളിവിടെ അങ്ങനെ കൃഷി ചെയ്യുന്നില്ല. റാബി നോക്കാം. റാബി എന്താന്ന് ഞാൻ പറഞ്ഞു. റാബി എന്ന് പറയുന്നത് ഒരു ശൈത്യകാല വിളയാണ് അല്ലെ. ശൈത്യകാല വിള എന്താണ്? മഞ്ഞുകാല വിള. നിങ്ങളെ PSC ഒക്കെ ആയിട്ട് അവർ പറ്റിക്കും. എങ്ങനെ പറ്റിക്കും? മഞ്ഞുകാല വിള, ശൈത്യകാല വിള എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. എന്താണ്? ഗോതമ്പ്, പയറ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു റാബി വിളയായിട്ട് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഗോതമ്പ്, പയറ്, കടുക് വർഗ്ഗങ്ങള്, ബാർലി ഒക്കെയാണ്. ദക്ഷിണേന്ത്യയിൽ അവർ നെല്ല്, ചോളം, റാഗി, നിലക്കടല, അരിച്ചോളം. നിങ്ങൾക്ക് സംശയം തോന്നും, ഈ നെല്ല് ഖാരിഫിലുണ്ട് ഇതിലുണ്ടല്ലോ എന്നൊക്കെ അല്ലെ. നമുക്ക് ഇത് കൃഷി ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് കാലങ്ങളിലായിട്ട് നമ്മൾ നെല്ല് കൃഷി ചെയ്യും അല്ലെ. സീസണായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയില് റാബിയിലും ഖാരിഫിലും നമുക്ക് കൃഷി വരാനായിട്ട് കാരണം. ഓക്കെ, എന്നാലും പൊതുവേ നമ്മൾ എന്താ പറയാ, നെല്ല് ഖാരിഫ് വിളയായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് കേട്ടാ. ഇനി സൈദ് എന്ന് പറയുന്നത് ഏപ്രിൽ ജൂൺ കാലഘട്ടങ്ങളിലാണ് പച്ചക്കറികള്, പഴങ്ങള്, കാലിത്തീറ്റ. പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടതാണ് തണ്ണിമത്തങ്ങയൊക്കെയാണ് കേട്ടാ. നമ്മുടെ ഈ സാധനം അങ്ങനെ ഓർത്താൽ മതി. ഈ പറയുന്ന ഏപ്രിൽ ജൂൺ മാസങ്ങളില് അല്ലെ കൃഷി ചെയ്യുന്നത്. അത് ഏപ്രിൽ മാസങ്ങളിൽ കൃഷി ചെയ്ത് നമുക്ക് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, ഇതിന് വിളവ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ 3 കാർഷിക കാലങ്ങളും ഓരോ കാലഘട്ടങ്ങളും കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് നമുക്ക് കിട്ടിയില്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിള്. ഈ ഐറ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുക ഏതൊക്കെയാണ് ഖാരിഫ്, ഏതൊക്കെയാണ് റാബി എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. സൈസ് നമുക്ക് അങ്ങനെ ചോദിച്ചു കാണാറില്ല അധികം. ചോദിച്ചാലും നമുക്കിത് കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തേക്ക് പോവാം. ഇന്ത്യയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങളാണ് എന്താണ്? മൃദുധാന്യങ്ങൾ എന്ന് പറയുന്ന നെല്ല്, ഗോതമ്പ്. പരിക്കൻ ധാന്യങ്ങൾ എന്ന് പറയുന്ന ബജ്റ, ചോളം, റാഗി. അങ്ങനെ പലതരം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ധാന്യത്തിലേക്ക് പോവാം. നെല്ലാണ് നമ്മുടെ ആദ്യത്തെ ധാന്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട അല്ലെ, നമ്മുടെ മുഖ്യ ആഹാരം എന്നൊക്കെ പറയുന്നത്, നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നെല്ലല്ലേ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? നെല്ലാണ്. ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ചൈനയാണ് അല്ലെ. അപ്പൊ ഇന്ത്യ സെക്കൻഡ് ആണ്. ചൈനയാണ്, ഇന്ത്യ നമ്മളിപ്പോ തൊട്ട് പുറത്ത് അല്ലെ, ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യ. യെസ്, ഇന്ത്യ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ലിന്റെ ശാസ്ത്രീയ നാമം പഠിച്ചു വെച്ചോ. ഒറൈസ,
സറ്റൈവ കേട്ടാ, റൈസ്. ആ റൈസ് എന്നുള്ള പേര് ഒറൈസയിലുണ്ട് അല്ലെ. ഒറൈസ സറ്റൈവ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. എന്താണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് കേട്ടാ, എക്കൽ മണ്ണ്. ഇത് നമുക്ക് നദീതടങ്ങളിൽ കൃഷി ചെയ്യാനായിട്ടാണ് ഏറ്റവും എളുപ്പം വരുന്നത്. എക്കൽ മണ്ണ് നമ്മുടെ അലൂവിയൽ സോയിലാണ് അല്ലെ, നമ്മൾ കളിമണ്ണ് എന്നൊക്കെ പറയുന്നത്. ഉയർന്ന താപനില, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വേണം. അതായത് നല്ല മഴയും വേണം, നല്ല താപനിലയും വേണം നെല്ല് കൃഷി ചെയ്യാൻ. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും വേണം, 150 സെന്റിമീറ്റർ കൂടുതൽ മഴയും വേണം. അല്ലെങ്കിൽ 150 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ എന്ന് നമ്മൾ പറയും. അപ്പൊ നോക്കിക്കോ, കാരണം നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക താപനില. ഇനി മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ നെല്ല് കൃഷി ചെയ്യില്ലേ? കൃഷി ചെയ്യും. എങ്ങനെ? ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. കനാലുകളിൽ നിന്ന് വെള്ളം തിരിച്ചിട്ടോ നമുക്ക് വെള്ളം കിട്ടിയാൽ മതി അല്ലേ, വെള്ളം അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ലൈമറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വിത്തുകളൊക്കെയാണ് പറയണത് അല്ലേ. ഇപ്പോ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ, നല്ല പൊക്കത്തിൽ വളരുന്ന വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. ഡ്രോട്ടുള്ള ഏരിയയിൽ ഡ്രോട്ടിനെ പ്രതിരോധിക്കുന്ന, വെള്ളം കുറവ് ആവശ്യമുള്ള അങ്ങനെയുള്ള വിത്തുകൾ കൃഷി ചെയ്യാൻ വരുന്നുണ്ട്. ടെക്നോളജി മാറുന്നതനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ മാറാം. ഓക്കെ. ഇനി ഒരു ആർദ്ര ഉഷ്ണമേഖലാ വിളയായാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിലും വ്യത്യസ്ത കാർഷിക കാലാവസ്ഥ മേഖലകളിൽ വളർന്ന 3000-ഓളം തരം നെല്ലിനങ്ങളുണ്ട്. കണ്ടാ, ആർദ്ര ഉഷ്ണമേഖല വിള എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് ഒരു ട്രോപ്പിക്കൽ കൺട്രിയിൽ വളരുന്ന ഒരു ക്രോപ്പായിട്ടാണ് നമ്മൾ ഇതിനെ കരുതുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും വ്യത്യസ്ത കാർഷിക കാലാവസ്ഥ മേഖലകളിൽ അല്ലെ, പല സ്ഥലങ്ങളിലും ഇത് നമുക്ക് അത്രയും മഴ കിട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ പലതരം വിത്തുകളുണ്ട്. ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വിത്തുകളുണ്ട്, ഫ്ലഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വിത്തുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 3000-ഓളം തരം നെല്ലിനങ്ങളുണ്ട്. ഇനി അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ഈ ഗ്ലോബൽ വാർമിംഗ് വരുന്നു, ക്ലൈമറ്റ് ചേഞ്ച് വരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഭാവിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലേ കാര്യമുള്ളൂ. ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വിത്തുകളൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമാണ്, റിസർച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളെ കാലാവസ്ഥ പോലും കാലം തെറ്റിയാണ് നമുക്ക് സീസൺ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലൈമറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ. ഇന്ന് നോക്കിയേ, സമുദ്രനിരപ്പ് മുതൽ 2000 മീറ്റർ ഉയരം വരെയും ധാരാളം മഴ ലഭ്യമാകുന്ന ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ മുതൽ, ഏത് ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങള്? ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശം ഞാനിങ്ങനെ വായിച്ചുമ്പോഴേ നിങ്ങൾക്ക് ഫീൽ ആയിരിക്കും, മേ ബി എനിക്ക് അങ്ങനെ തോന്നുന്നു. ചെയ്ത് പഠിക്കാൻ നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവാ. ഏതാണ് കിഴക്കൻ പ്രദേശം? ഇതല്ല ഇന്ത്യയുടെ ഈസ്റ്റ് കേട്ടാ. കിഴക്കൻ പ്രദേശങ്ങൾ മുതൽ ജലസേചന സൗകര്യമുള്ള പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ഒക്കെ ഇവിടെയാണ് കേട്ടോ. ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗം, വടക്കൻ രാജസ്ഥാൻ എന്നിവയിലെ വരണ്ട പ്രദേശങ്ങളും നെല്ല് വിജയകരമായി കൃഷി ചെയ്യുന്നു. ഇനി പറയട്ടെ, ശിവാലിക് മലനിരകളുടെ താഴത്തൊക്കെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ശിവാലിക് എവിടെയാണ്? ഇപ്പോഴത്തെ ഹിമാചൽ, ശിവാലിക് കണ്ട 3 മലനിരകളുണ്ട്. ഹിമാചലിനേക്കാൾ ഉയരം കുറവാണ് ഹിമാചൽ, അതിനേക്കാൾ ഉയരം കുറവാണ് ശിവാലിക്. ശിവാലിക്കിന്റെ ഫുട് ഹിൽസിലൊക്കെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അതായത് 2000 മീറ്റർ ഉയരം വരെയുള്ള, സമുദ്രനിരപ്പിൽ നിന്ന് അത്രയും ഉയരമുള്ള സ്ഥലങ്ങളിലും നെല്ല് കൃഷി ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന അതായത് നമ്മുടെ ഈ ഉത്തർപ്രദേശ് സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഗംഗാ നദിയുടെ ഡെൽറ്റ പ്രദേശങ്ങളാണ്. അവിടെ നിന്ന് തൊട്ട് നമ്മളിതാ ഇവിടേക്ക് ഇങ്ങനെ രാജസ്ഥാൻ വരെയുള്ള സ്ഥലങ്ങൾ പോലും നെല്ല് കൃഷി ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. ലേറ്റസ്റ്റ് സർവേ ആണ്, ലേറ്റസ്റ്റ് ഇക്കണോമിക് സർവേ. ഇക്കണോമിക് സർവേ എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ വർഷവും മാർച്ചിൽ പുറത്തിറക്കും. നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കും. അപ്പൊ അത് പ്രകാരം 2024-25 കണക്കനുസരിച്ച് തെലങ്കാനയാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം. 2ാം സ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇത് ചോദിക്കാറുള്ള ചോദ്യം കേട്ടാ, ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന സംസ്ഥാനമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ്. ഓക്കെ. ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട നെല്ലുൽപാദക സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ആന്ധ്ര, തമിഴ്നാട്, ബീഹാർ, അസം, ഒഡീഷ, ഛത്തീസ്ഗഡ്, തെലങ്കാന, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, കേരളം, ഗോവ, മഹാരാഷ്ട്ര. നിങ്ങൾ അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ത്യ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി നമ്മൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അവിടങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായ കാലാവസ്ഥ ആയതുകൊണ്ട് വർഷത്തിൽ നമ്മൾ 2 മുതൽ 3 തവണ വരെ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഈ 3 വിത്തിനങ്ങളുടെ പേര് പഠിക്കാം. അസം, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ഒരു വർഷത്തിൽ
നെല്ലിന്റെ 3 ഇനങ്ങളായിട്ടുള്ള അസ്, അമാൻ, ബോറോ എന്നിവ കൃഷി ചെയ്യുന്നു. ഇതൊരിക്കലും പരീക്ഷയ്ക്ക് വന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ 3 വിത്തിനങ്ങൾ എന്തിൻ്റെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെല്ലിൻ്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക. അസ്, അമാൻ, ബോറോ എന്ന് പറയുന്ന എന്താണ് ഈ ഇനങ്ങൾ നെല്ലിൻ്റെ ആണെന്ന് നോക്കാം. അസം, പശ്ചിമ ബംഗാൾ, ഒഡീഷയിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത് കേട്ടാ. ഒരു വർഷത്തിൽ തന്നെ അവർ കൃഷി ചെയ്യുന്നത്. അതായത് വ്യത്യസ്ത കാർഷിക കാലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളും ഹിമാലയത്തിലും തെക്ക് പടിഞ്ഞാറൻ വർഷക്കാലത്ത് ഖാരിഫ് വിളയായിട്ട് നെല്ല് കൃഷി ചെയ്യുന്നു. ഓക്കെ. ഇനി പഞ്ചാബ്, ഹരിയാന എന്ന് പറഞ്ഞ പ്രദേശങ്ങള് പരമ്പരാഗതമായിട്ട് നെല്ല് ഉൽപാദന പ്രദേശങ്ങളല്ല. പക്ഷേ അവിടെ അവർ ജലസേചനത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ അവർ ഏത് കാലഘട്ടത്തിലാണ് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത്? അവര് ഈ നമ്മൾ 1970 ഹരിത വിപ്ലവം വന്നല്ലോ. ഇപ്പൊ പഞ്ചാബിൽ എന്ന് പറയുന്നത് വലിയ വലിയ കൃഷിക്കാര് ഭൂവുടമകളാണ്. അവർക്ക് വളരെ ഇന്റൻസീവായിട്ട് കാശിറക്കാനും ജലസേചന കാര്യങ്ങൾ കൊണ്ടുവരാനും ഈ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാനൊക്കെ സാധിച്ചു. അപ്പൊ അവര് അവിടെ നെൽകൃഷി ഈ ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് അവര് ജലസേചന സഹായത്തോട് കൂടിയിട്ട് വളരെ വ്യാപകമാക്കി. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഗോതമ്പൊക്കെയാണ് പഞ്ചാബിൽ എപ്പോഴും പറയാം അല്ലെ, ഗോതമ്പ്. അതുപോലെ അവിടെ കരിമ്പ് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, ഓറഞ്ചൊക്കെ. ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പാടങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്. അവരുടെ പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അവരെന്താണ് നെല്ല് അവരുടെ ജലസേചന സൗകര്യത്തോട് കൂടിയിട്ട് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇനി ഇന്ത്യയിലെ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇത്. കുട്ടനാട് അല്ലെ, കുട്ടനാട്, ആലപ്പുഴ. എനിക്ക് തോന്നുന്നു നമ്മൾ തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാ? 5 ഇയർ പ്ലാൻസ് പഠിച്ചപ്പോ തോട്ടപ്പള്ളി സ്പിൽവേ 1955 വന്നു. കുട്ടനാടിനെ എന്താണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ ഓർക്കുണ്ടാവും. അപ്പൊ കുട്ടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? പഞ്ചാബാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ PSC ഉത്തരസൂചി അനുസരിച്ച് റൈച്ചൂരാണ്. റൈച്ചൂര് കർണാടകയിലാണ് അല്ലെ, കർണാടകയല്ലേ തോന്നുന്നു. ഓക്കെ. അപ്പോ ഇന്ത്യയുടെ ധാന്യപ്പുര പഞ്ചാബാണ്. ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശാണ്. ഈ കേരളത്തിന്റെ നെല്ലറ എന്ന് പറഞ്ഞ ഏതാ? കേരളത്തിന്റെ നെല്ലറ നമ്മൾ കുട്ടനാടാണ് പറയാ. പിന്നെ കേരളത്തില് ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനെ പറയുന്ന ജില്ല എന്ന് പറഞ്ഞാൽ അത് പാലക്കാടാണ് കേട്ടോ. നെല്ല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല നമുക്ക് പാലക്കാടാണ് പറയാൻ പറ്റാം. ഓക്കെ. അപ്പൊ നെല്ലിന്റെ കാര്യങ്ങളും കഥകളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഗോതമ്പിലേക്ക് പോവാം അല്ലെ. നെല്ല് കഴിഞ്ഞാൽ ഗോതമ്പ്. ഗോതമ്പ് ഒരു മിതോഷ്ണ മേഖല വിളയാണ്. എന്താണ് മിതോഷ്ണ മേഖല? നമ്മുടെ സബ് ട്രോപ്പിക്കൽ, അതാണ് മിതോഷ്ണ മേഖല വിളയാണ്. അതിനാൽ ഇന്ത്യയിൽ ശൈത്യകാലത്ത് ഗോതമ്പ് കൃഷി ചെയ്യുന്നു. മിതോഷ്ണ മേഖലയാണ് വിളയാണ്. അതുകൊണ്ട് അതിന് അത്ര ഉഷ്ണമേഖല ഒരു ഇതല്ല അല്ലെ. അപ്പോ ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗോതമ്പ് ഈസ് എ ശൈത്യകാല വിള അല്ലെ. ഇത് കൃഷി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാനഡ, അർജന്റീന, റഷ്യ, ഉക്രൈൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്കയൊക്കെയാണ്. നിങ്ങൾ പഠിച്ചോളുന്നില്ല. നെല്ല് കഴിഞ്ഞാല് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? ഗോതമ്പാണ്. ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ 2ാം സ്ഥാനമുള്ളത് ഗോതമ്പിനാണ്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് ട്രിത്തിക്കം ഈസ്റ്റിവം എന്ന് പറയുന്നത്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്താണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് തന്നെയാണ് നമ്മൾ ഈ ഇതിന്റെ ഒരു ഞാനിത് എനിക്ക് SCERT നിന്ന് എടുത്തിടാൻ പറ്റിയില്ല. മാപ്പ് ഉണ്ടല്ലേ, CRT നമ്മൾ വായിക്കും, മാപ്പ് ഉണ്ട്. അപ്പോ നെല്ല് കൃഷി ചെയ്യുന്ന ഏരിയാസ് അതിൽ കാണിക്കും. അതിനോട് ചേർന്ന് തന്നെ എന്തുണ്ടാവും? ഗോതമ്പിന്റെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ മേഖല മിതോഷ്ണ മേഖലയാണ്. ഇത് ഉഷ്ണമേഖലയല്ല, മിതോഷ്ണ മേഖല. നമ്മൾ ട്രോപ്പിക്കൽ അല്ല പറയാം, സബ് ട്രോപ്പിക്കൽ എന്ന് പറയും. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില. അതായത് 10 ഡിഗ്രി നമ്മൾ ഗോതമ്പിന്റെ ഓർമ്മയുണ്ടോ? അല്ല സോറി, നെല്ലിന്റെ ഓർമ്മയുണ്ടോ? നെല്ലിന്റെ താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. പക്ഷെ ഗോതമ്പിന് കുറഞ്ഞത് 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ളിടത്ത് നമുക്ക് കൃഷി ചെയ്യാം. മിതോഷ്ണ മേഖലയാണ് അല്ലെ, അത്രയും ചൂട് മതി അതിന്. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചു വെക്കുക, ഗോതമ്പിന് എത്രത്തോളം ചൂട് താപനില വേണം എന്നുള്ളത്. 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില. ഓക്കെ. 75 മുതൽ 100 സെന്റിമീറ്റർ മഴ. നമുക്ക് നമ്മുടെ നെല്ലിന് എത്ര വേണ്ടി വന്നിരുന്നു? 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 75 മുതൽ 100 സെന്റിമീറ്റർ വരെ മഴ മതി അല്ലെ.
നമ്മളിവിടെ പറയുന്നത്, നമ്മൾ ഈ വിതയ്ക്കുന്ന സമയത്ത് 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് മതി. പക്ഷെ കായ്കൾ വിളയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂട് കൂടുതൽ വേണം അല്ലെ. 21 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മണ്ണ് എങ്ങനത്തെ മണ്ണ് വേണം? നന്നായി വറ്റിച്ച് ഫലഭൂയിഷ്ടമായ പശിമരാശിയും കളിമണ്ണും നിറഞ്ഞ മണ്ണ്. അതായത് നെൽകൃഷിയുടെ പോലെ നമ്മളിങ്ങനെ വെള്ളം കെട്ടിയൊന്നും കിടക്കണ്ട അല്ലെ, അങ്ങനെ വേണ്ട. നമ്മൾ പാടത്ത് വെള്ളം കെട്ടിയല്ല കിടക്കണ്ടാവാ. ഇവിടെ എങ്ങനെയാണ്? നന്നായി വറ്റിച്ച ഫലഭൂയിഷ്ടമായ എന്നാൽ പശിമരാശിയുള്ള കളിമണ്ണ് നിറഞ്ഞ മണ്ണാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാന പ്രദേശങ്ങൾ ഗംഗ, സത്ലജ് പ്രദേശങ്ങള്, സത്ലജ് നദി, ഡെക്കാനിലെ കറുത്തമണ്ണ പ്രദേശങ്ങളൊക്കെ നമ്മൾ ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങള് എവിടേക്കാണ്? കൂടുതലും നോർത്തിലാണ് നമുക്ക് വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ അധികം ഇതിനകത്തില്ല. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാള്, രാജസ്ഥാൻ ഉണ്ട്, ശ്രദ്ധിച്ചോ. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ചോളത്തിലേക്ക് പോവാം. ചോളം, ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തില് ചോളത്തിന് എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണുള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ നമ്മൾ കൃഷി ചെയ്യും അല്ലെ. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്നു. അർദ്ധ ഊഷര കാലാവസ്ഥാ സാഹചര്യങ്ങളിലും ഗുണനിലവാരം കുറഞ്ഞ മണ്ണിലും ഭക്ഷണത്തിനായും കാലിത്തീറ്റയ്ക്കായും കൃഷി ചെയ്യും അല്ലെ. കണ്ട, കാലിത്തീറ്റയ്ക്കും ഭക്ഷണത്തിനും നമ്മള് അല്ലെ കൃഷി ചെയ്യും. നമ്മൾ ഈ കോഴിക്ക് കൊടുക്കാൻ വീട്ടിൽ ചോളത്തോട് കൊണ്ടൊക്കെ മേടിക്കില്ലേ, അതാണ് എന്റെ മനസ്സിൽ പറഞ്ഞത് പെട്ടെന്ന്. എന്റെ വീട്ടിൽ ഞാൻ മേടിക്കുന്ന. അപ്പൊ അങ്ങനെ നമ്മൾ കാലിത്തീറ്റയ്ക്കായിട്ടും ഭക്ഷണത്തിനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ ചോളകൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ്? 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം. താപനില നോട്ട് ചെയ്തോ. പ്രധാനപ്പെട്ട വിളകളിലേക്ക് താപനില നമ്മൾ നോട്ട് ചെയ്യണം. നീർവാഴ്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണ്, ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം കേട്ടോ. അപ്പൊ നമ്മള് ഗോതമ്പിന്റെ താപനില എത്രയാ പറഞ്ഞേ? ഗോതമ്പിന് നമ്മള് ഗോതമ്പിന്റെ മഴ എത്രയാ പറഞ്ഞ? 25 മുതൽ 100 സെന്റിമീറ്റർ വരെയാണ്. ഇവിടെ നമ്മൾ എത്ര പറഞ്ഞു? ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം. മഴ കുറച്ച് മതി. ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ആന്ധ്ര, മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ ഒക്കെയാണ്. ഓക്കെ, ഇനി കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ഇതൊക്കെയാണ് ചോളം കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. അതായത് നമുക്ക് വാർഷിക വർഷപാതം അത്രയും കൂടി വേണ്ട അല്ലെ, അത്രയും കൂടി വേണ്ടാത്ത ഒരു കൃഷിയാണ്. നമുക്ക് ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ ഈ കൃഷികളുണ്ട്. ഇനി നമുക്ക് തിനവിളകൾ നോക്കാം. മില്ലറ്റ്സ് അല്ലെ, മില്ലറ്റ്സ് നമുക്ക് നോക്കാം. തിനവിളകൾ നമ്മൾ ചെറുധാന്യങ്ങൾ എന്ന് പറയില്ലേ. 2023 പ്രഖ്യാപിച്ചത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയിട്ടാണ്. അത് മില്ലറ്റ് ഇയർ ആയിരുന്നു. PSC പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയിരുന്നു, മില്ലറ്റ് ഇയർ ആയിരുന്നു. ഓക്കെ, പരിക്കൻ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന ഇവയ്ക്ക് ഉയർന്ന പോഷകമൂല്യമുണ്ട്. ലോകത്തിന്റെ 20%, ഏഷ്യയുടെ 80% തിനവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഇന്ത്യയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജോവർ, ബജ്റ, റാഗി ഒക്കെയാണ്. റാഗി നമുക്ക് പരിചയം ഉണ്ടാവും. തിനവിളയിൽ റാഗി ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെ കുട്ടികളുള്ള വീട്ടിൽ, കൊച്ചു കുട്ടികളുള്ള വീട്ടിലെ റാഗി പലഹാരങ്ങൾ, കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അങ്ങനെ പരിചയം ഉണ്ടാവും. ജോവർ നോക്കാം. വിസ്തൃതിയിലും ഉൽപാദനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ ഭക്ഷ്യവിള ഏതാണ്? ജോവർ അല്ലെങ്കിൽ അരിച്ചോളം എന്ന് പറയും. എന്താ മണിച്ചോളം എന്ന് വിളിക്കുന്ന വിളയാണ് മണിച്ചോളം എന്ന് വിളിക്കുന്നു. ജലസേചനം ആവശ്യമില്ലാത്ത ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ മഴയെ ആശ്രയിച്ച് കൂടുതലായിട്ട് വളരുന്നു. അതാണ് ജോവർ എന്ന് പറയുന്നത്. ഇന്ത്യയില് നമ്മൾ അരിച്ചോള ഉൽപാദനത്തിന് പകുതിയിലേറെയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. ജോവർ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലും. ഇനി ബജ്ജ അഥവാ തിന, മണൽ മണ്ണിലും ആഴം കുറഞ്ഞ കറുത്ത മണ്ണിലും നമ്മൾ വളരുന്നു. കണ്ടോ, പേൾ മില്ലറ്റ് എന്നറിയപ്പെടുന്നു. കണ്ടോ, പേൾ മില്ലറ്റ് കേട്ടോ, പേൾ മില്ലറ്റ്. ഈ തിനവിളകളൊക്കെ വരുമ്പോൾ രാജസ്ഥാൻ ഉണ്ടാവും. അതിൽ മിക്കവാറും രാജസ്ഥാൻ ഉണ്ടാവും. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹരിയാനയിലൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.
ചൂട് കൂടിയ വരണ്ട കാലാവസ്ഥയുള്ള രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ്, രാജസ്ഥാൻ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറല്ലേ, വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് തിന കൃഷി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് അടിക്കടി ഉണ്ടാകുന്ന വരണ്ട ഇടവേളകളെയും വരൾച്ചയെയും പ്രതിരോധിക്കുന്ന ഒരു കഠിന വിളയാണ് ബജ്റ. കണ്ട, വരൾച്ചയെ പ്രതിരോധിക്കുന്നു, കണ്ട, വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഒരു സാധനമാണ് ഇത് ബജ്റ ട്ടാ. ബജ്റ എന്ന് പറയുന്നത് ഒറ്റയ്ക്കോ മിശ്രവിളയുടെ ഭാഗമായി കൃഷി ചെയ്യുന്ന വിളയാണ്. മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് കൊണ്ട് രാജസ്ഥാനിൽ ഈ വിളയുടെ ഉത്പാദനശേഷി വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് റാഗി നോക്കാം. റാഗി എന്ന് പറയുന്നത് വരണ്ട പ്രദേശങ്ങളിലെ പ്രധാന വിളയാണ്. കർണാടകയുണ്ട്, സൗത്ത് ഇന്ത്യയിൽ കർണാടകയുണ്ട്, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം ഉണ്ട് കേട്ടോ. സിക്കിം, അരുണാചൽ പ്രദേശ് ഒക്കെ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ഫിംഗർ മില്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഫിംഗർ മില്ലറ്റ് കേട്ടോ, ഫിംഗർ മില്ലറ്റ്. ഉയർന്ന അളവില് എന്താണ്, ഇരുമ്പിന്റെയും കാൽസ്യത്തിന്റെയും അംശം റാഗിയിൽ ഉണ്ടാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് റാഗി. റാഗി ഉത്പാദനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. റാഗി വളരുന്ന മണ്ണിനങ്ങളാണ് ചുവന്ന കറുത്ത മണ്ണ് കേട്ടോ, ചുവന്ന കറുത്ത മണ്ണ്. നമുക്ക് പയറുവർഗ്ഗങ്ങൾ നോക്കാം. എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ പയറുവർഗ്ഗങ്ങളുടെ ഉത്പാദകരും ഉപഭോക്താവും ഇന്ത്യയാണ്. ധാരാളം മാംസ്യം എന്താണ്, പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന സസ്യാഹാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, പയറുവർഗ്ഗങ്ങളാണ്. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്ന വിളകൾ എന്താണ്, പയറുവർഗ വിളകളാണ്. ഓക്കെ, വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയിലെയും മധ്യ പീഠഭൂമികളിലെയും വരണ്ട പ്രദേശങ്ങളാണ് പയറുവർഗ്ഗങ്ങൾ കൃഷി ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എവിടെയാണ് വടക്ക് പടിഞ്ഞാറൻ ഭാഗം? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിൽ ആകെ കൃഷിഭൂമിയുടെ 7 മുതൽ 10% പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വരണ്ട പ്രദേശങ്ങൾ മഴയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നു. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉത്പാദനശേഷി കുറവാണ്, അല്ലെ? ഇനി പ്രധാനമായിട്ടും നമ്മൾ 2 തരത്തിലുള്ള പയറുവർഗ്ഗങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഒന്ന് പയറ്, 2 തുവര. നമുക്ക് നോക്കാം, പയറും തുവരയും നോക്കാം. പയറ് കൃഷി ചെയ്യുന്നത് മിതോഷ്ണ മേഖല പ്രദേശങ്ങളിലാണ് കേട്ടാ. ഓക്കെ, ഈ വിള വിജയകരമായി കൃഷി ചെയ്യുന്നതിന് 1-2 മഴയോ അല്ലെങ്കിൽ ജലസേചനമോ ആവശ്യമുണ്ട്. ഇന്ത്യയുടെ മധ്യഭാഗങ്ങള്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളില് റാബി കാലത്ത് മഴയെ മാത്രം ആശ്രയിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പയർവർഗ്ഗങ്ങൾ എന്താണ്, റാബി കാലത്ത് മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതാണ്. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഹരിയാന, പഞ്ചാബ്, ഉത്തര രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ ഗോതമ്പ് കൃഷിയുടെ വ്യാപനത്തിലൂടെ പയറുവിളകൾ മാറ്റപ്പെട്ടു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പയറിന് പ്രാധാന്യം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പൊ അതിന് പ്രധാന ഉത്പാദകർ ആരൊക്കെയാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രയൊക്കെയാണ്. ഇതിലേക്ക് ഉത്പാദകർ നിങ്ങൾ അത്രയും പഠിക്കണമെന്നില്ല. പയറിന്റെ ടോപ്പായിട്ടുള്ള ആളെ പഠിക്കണണ്ടാ, ചോദിച്ചിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ. തുവര നോക്കാം. തുവര എന്ന് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പയറുവർഗ വിളയാണ് തുവര. തുവര അറിയപ്പെടുന്ന മറ്റു പേരുകൾ ചെമ്പയറ്, പീജിയൻ പയർ എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, രാജ്യത്തെ മധ്യ ദക്ഷിണ സംസ്ഥാനങ്ങളെ ശുഷ്കമായ പ്രദേശങ്ങളിൽ മഴയുടെ സഹായത്തോടെ നമ്മൾ വരണ്ട പ്രദേശങ്ങളും വിള കൃഷി ചെയ്യുന്നു, അല്ലെ? അങ്ങനെയുള്ളൊരു സംഭവമാണ് തുവര. തുവരപ്പരിപ്പ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? തുവരപ്പരിപ്പ്, തുവരപ്പയറോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? നമുക്ക് വരുന്നത് എന്താണ്? ഇതാ എണ്ണക്കുരുക്കളാണ്. നമുക്കിനി പറയാനായിട്ടുള്ളത് എണ്ണക്കുരുക്കൾ പറയാനുണ്ട്. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ നാരുവിളകൾ പറയാനുണ്ട്, പരുത്തി സാധനങ്ങളൊക്കെ പറയാനുണ്ട്. അതുപോലെ തോട്ടവിളകൾ പറയാനുണ്ട്, അതായത് തേയില, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങളും പറയാനുണ്ട്. ഈ ക്ലാസ്സിൽ എന്തായാലും അവസാനിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എണ്ണക്കുരുക്കൾ നമുക്ക് പറയാം. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടാണ് എണ്ണക്കുരുക്കൾ നമ്മൾ കൃഷി ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് എണ്ണക്കുരുക്കൾ ഉൽപ്പാദിപ്പിക്കുക നോക്കാം. ഒന്ന് മാൾവ പീഠഭൂമി. ഇപ്പൊ എവിടെയാണ് ഈ മാൾവ പീഠഭൂമിക്ക് എവിടെയെന്നൊക്കെ അറിയോ? ഞാൻ ഇങ്ങനെ പറയുമ്പോഴേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇതിന്റെ ഒരു മാപ്പ് ഇടണമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമുക്ക് മാൾവ പീഠഭൂമിയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വരണേ. ഇവിടെ ചോട്ടാ നാഗ്പൂർ ഈ മധ്യപ്രദേശിലേക്ക് ഭാഗത്തേ മാൾവ പീഠഭൂമി വരണേ കേട്ടാ. മറാത്തവാഡ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ഭാഗത്ത് വരുന്നേ. ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ തെലങ്കാന, അല്ലെ, ആന്ധ്രാപ്രദേശില് റായൽസീമ, കർണാടക പീഠഭൂമി എന്നിവിടങ്ങളിലെ വരണ്ട പ്രദേശങ്ങളാണ് എണ്ണക്കുരുകൾ കൃഷി ചെയ്യുന്നത്. നമ്മള് മാപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് സംസ്ഥാനങ്ങളൊക്കെ എവിടെയൊക്കെ എടുക്കണേന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. എല്ലാവർക്കും എന്തായാലും കേരളവും
തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശ് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അറിയാവുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മധ്യത്തിലാന്ന് അറിയാമായിരിക്കും. ഡൽഹി എന്ന് പറയുന്നത് എവിടെയാന്ന് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ കുറെ സംസ്ഥാനങ്ങൾ അല്ലേ, കുട്ടി കുട്ടി സംസ്ഥാനങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ അവിടെ പോകുന്ന കൺഫ്യൂഷൻ വരും. ഗോവയ്ക്ക് അറിയാമായിരിക്കും, രാജസ്ഥാൻ അറിയേണ്ടതാണ് അല്ലേ. പഞ്ചാബ് ഏകദേശം പറയുന്നുണ്ടാവും. അപ്പൊ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നമ്മൾ നോക്കി പഠിക്കണം കേട്ടാ. കാര്യം നമ്മൾ ജോഗ്രഫിയിൽ വരുന്ന ടോപ്പിക് ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ സബ്ജക്റ്റും നമുക്ക് കണക്റ്റഡ് ആണ്. ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട എണ്ണക്കുരുക്കളാണ് ഏത്? നിലക്കടല, കടുക്, നാളികേരം, എള്ള്, സോയാബീൻ, ആവണക്ക്, പരുത്തി, ചണം. ഇംഗ്ലീഷ് പേരുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ്, കോക്കനട്ട്, സോയാബീൻ, കാസ്റ്റർ സീഡ്, കോട്ടൺ സീഡ്, ലിൻസീഡ്, സൺഫ്ലവർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ എന്താണ്? എണ്ണക്കുരുക്കളിൽ മിക്കതും ഭക്ഷ്യയോഗ്യമാണ്. എന്നാൽ ചിലത് നമ്മൾ എന്തിനു ഉപയോഗിക്കുക? സോപ്പ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, തൈലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തും ദക്ഷിണേന്ത്യയിലും കൃഷി ചെയ്യുന്ന ഖാരിഫ് വിളയാണ് എള്ള് എന്ന് പറയുന്നത് അല്ലെ. വടക്ക് ഭാഗത്തും ദക്ഷിണേന്ത്യയിലും നമ്മൾ എള്ള് കൃഷി ചെയ്യുന്നു. ലിൻസീഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ചണത്തിന്റെ ആണ്. ലിൻസീഡും കടുകും ഒരു റാബി വിളയാണെന്നാണ് പറയുന്നത്. റാബി വിളയാണ്. നാവടക്ക്, കസ്റ്റർ സീഡ് അല്ലെ, റാബി വിളയായിട്ട് കൃഷി ചെയ്യുന്നു. അതൊക്കെ ഏത് വിളയാണെന്നൊന്നും നിങ്ങൾ പഠിച്ചോളന്നില്ല കേട്ടാ. ഇതൊന്നും അങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. എണ്ണക്കുരുക്കൾ. ഇനി നമുക്ക് നിലക്കടല എന്ന് പറയാം. നിലക്കടല എന്ന് പറഞ്ഞ എന്താ പറയണേ? വരണ്ട പ്രദേശങ്ങൾ, ഗ്രൗണ്ട് നട്ട്, മഴയെ ആശ്രയിച്ച് ഖാരിഫ് കാലത്ത് കൃഷി ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിൽ ഇത് റാബി കാലത്ത് കൃഷി ചെയ്യുന്നു. നിലക്കടലയുടെ പ്രധാന ഉത്പാദകരാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തമിഴ്നാട് അല്ലെ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര അവിടേക്ക് ഉത്പാദിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ വ്യാപകമായി ഉത്പാദിപ്പിക്കുന്നു പറയുന്നുണ്ട് നമ്മുടെ നിലക്കടല അല്ലെ, കപ്പലണ്ടിയൊക്കെയാണ്. നമുക്ക് എന്താണ് കടുക് വർഗ്ഗങ്ങൾ നമുക്ക് നോക്കാം. കടുക് വർഗ്ഗങ്ങളിൽ എന്താണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മധ്യഭാഗങ്ങളിൽ റാബി കാലത്ത് കൃഷി ചെയ്യുന്നു അല്ലെ. റൈ, സാർസൻ, ടോറിയ, ടാമിറ അങ്ങനെയൊക്കെയുള്ളതാണ്. അങ്ങനെ കുറച്ച് പേരുകളുണ്ട്. ഇതൊക്കെ കടുക് വർഗ്ഗങ്ങളുടെ കുറച്ച് പേരുകളാണ്. പിന്നെ ഈ മഞ്ഞ് വീഴ്ചയെ താങ്ങാനാവാൻ പറ്റില്ല. അതായത് ഈ സംഭവം വടക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളൊക്കെ മഞ്ഞ് വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടങ്ങളിലൊക്കെ ഈ കൃഷിയുടെ സമയത്ത് മഞ്ഞ് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്പാദനശേഷി ചിലപ്പോൾ വ്യത്യാസപ്പെട്ട് നിൽക്കും. ഓക്കെ. നോക്കിയാൽ 2/3 ഭൂമിയിലും ജലസേചനത്തിന്റെ സഹായത്തോടെയാണ്. ഇത് 2/3 ഭൂമിയിലും നമ്മൾ ജലസേചനത്തിന്റെ സഹായത്തോടെയാണ് ഈ വിളകൾ കൃഷി ചെയ്യുന്നത്. രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ് എന്നിവയാണ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് മറ്റേ എണ്ണക്കുരുക്കളുണ്ട് പറയാം. കുറച്ചും കൂടി നമുക്ക് പറയാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.